ക്വാളിറ്റിയിൽ ഓണം, ഓഫറുകളുടെ നല്ല ഓണം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഓണം മെഗാ ഓഫർ വെറും 999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ, നേടൂ കൈ നിറയെ സമ്മാനങ്ങൾ. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോർട്ടികോർപ്പിന്റെയും കർഷക കൂട്ടായ്മയുടെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓണച്ചന്തയ്ക്ക് അമരമ്പലത്ത് തുടക്കമായി. അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നല്ലൊരു വിലക്ക് വാങ്ങിയതിനു ശേഷം ഗുണഭോക്താക്കൾക്ക് 30% സബ്സിഡിയിലാണ് നമ്മൾ ഈ ഒരു പച്ചക്കറി ഇവിടെ ലഭ്യമാക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ചന്തകളിലൊക്കെ അല്ലെങ്കിൽ മാർക്കറ്റുകളിലൊക്കെ വളരെ വില കൂടുതലാണ് പല സാധനങ്ങൾക്കും. ആ ഒരു സമയത്ത് നമ്മളുടെ നാട്ടിലെ കർഷകർക്ക് ഒരു താങ്ങ് എന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതിയിലേക്ക് തുടക്കം കുറിച്ചുള്ളത്. നമ്മുടേതായിട്ടുള്ള പഞ്ചായത്തിൽ കർഷകർ കൃഷി ചെയ്യുന്ന പഴവും പച്ചക്കറികളും നമ്മുടെ കൃഷി വകുപ്പ് നല്ലൊരു വിലയിൽ അവിടെ നിന്ന് ശേഖരിച്ച് ഇതിന് നാട്ടുകാർക്ക് വളരെ കുറഞ്ഞ വിലയിൽ ഈ ഒരു ഓണം നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടിയും സമ്മാനത്തോടു കൂടിയും ആഘോഷിക്കാൻ തരത്തിലുള്ള പച്ചക്കറി ഇവിടുന്ന് നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഓഗസ്റ്റ് 22 മുതൽ 25 വരെയാണ് ഓണച്ചന്ത സംഘടിപ്പിക്കുന്നത്. കർഷകരിൽ നിന്ന് നാടൻ പഴം, പച്ചക്കറികൾ മികച്ച വിലയ്ക്ക് ശേഖരിച്ച് ഉപഭോക്താക്കൾക്ക് വിപണി വിലയേക്കാൾ 30% വരെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുകയാണ് ഓണച്ചന്തയുടെ ലക്ഷ്യം. കൃഷിഭവന് സമീപമുള്ള ഇക്കോ ഷോപ്പിലാണ് ചന്ത പ്രവർത്തിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൊട്ടത്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ K. ഷിബില പദ്ധതി വിശദീകരിച്ചു. ഓണത്തിന്റെ തൊട്ട് 4 ദിവസം മുമ്പ് 4 ദിവസമാണ് നമ്മൾ ഈ ചന്ത. ഓഗസ്റ്റ് 22 മുതൽ 25 ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ഈ 4 ദിവസമാണ് നമ്മൾ ചന്ത ഉള്ളത്. അപ്പോൾ ഹോർട്ടികോർപ്പും കർഷക കൂടി നമ്മുടെ നാട്ടിലുള്ള കർഷകരുടെ എല്ലാം കൂടി പച്ചക്കറികളാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മറ്റ് മാർക്കറ്റ് വിലയെക്കാട്ടിലും ഒരു 10% കൂടുതലാണ് സംഭരിക്കുന്നത്. അതുപോലെ തന്നെ 30% കുറവാക്കിയിട്ടാണ് നാട്ടുകാർക്ക് നമ്മൾ വിൽക്കുന്നതും. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വർഷമൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നല്ല രീതിക്ക് ചന്ത നടത്തേണ്ടത്. നമ്മൾ സ്ഥിരം സമിതി അധ്യക്ഷ MP ശോഭന, പഞ്ചായത്ത് അംഗങ്ങളായ VK ഗോപാലൻ, O ഷാജി, PA ശാന്തിനി, കർഷക കൂട്ടം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് മെമ്പർ സലാം ചിനയ്ക്കൽ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഹനീഫ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.